കേരളത്തെ പതിറ്റാണ്ടുകളായി പിടിച്ചുലച്ച ചാക്കോ വധക്കേസിലെ മുഖ്യപ്രതിയും കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ പിടികിട്ടാപ്പുള്ളിയുമായ സുകുമാരക്കുറുപ്പിനെതിരായ അന്വേഷണം അവസാനിപ്പിക്കുവാൻ ക്രൈംബ്രാഞ്ച് നീക്കം. വർഷങ്ങൾക്ക് മുൻപേ സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ചാക്കോ വധക്കേസിലെ മുഖ്യപ്രതിയും കേരള പോലീസിന്റെ ചരിത്രത്തിലെ കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളിയുമായ സുകുമാരക്കുറുപ്പിനായുള്ള ദീർഘകാല അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഹൃദ്രോഗത്തെ തുടർന്ന് കുറുപ്പ് മരിച്ചിരിക്കാമെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഫയൽ അവസാനിപ്പിക്കാൻ നീക്കം. തെളിയിക്കപ്പെടാതെ കിടക്കുന്ന പഴയ കേസുകൾ പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗമായി IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് പുതിയ വിലയിരുത്തൽ. കൊൽക്കത്തയിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടതായി നേരത്തെ മൊഴി നൽകിയിരുന്ന നഴ്സ് രത്നമ്മയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും മൊഴിയെടുത്തിരുന്നു. അന്ന് കടുത്ത ഹൃദ്രോഗബാധിതനായിരുന്ന കുറുപ്പ് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇത്രയും കാലത്തിനിടെ ബന്ധുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഇയാൾ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സമർപ്പിച്ച് കേസ് ഔദ്യോഗികമായി അവസാനിപ്പിക്കാനാണ് ഉന്നതതല സംഘത്തിന്റെ നീക്കം. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനായി ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോയെ കൊലപ്പെടുത്തി മൃതദേഹം കാറിലിട്ട് കത്തിച്ച സംഭവമാണ് സുകുമാരക്കുറുപ്പിനെ കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളികളിൽ ഒരാളാക്കിയത്. 4 പതിറ്റാണ്ടുകളിലേറെയായി തുടരുന്ന അന്വേഷണം കേരളത്തിലെ ക്രിമിനൽ അന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അന്വേഷണങ്ങളിലൊന്നാണ്.